നമസ്കാരം. ഇപ്പോഴും മനസ്സിലാവാത്തൊരു ചോദ്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്കും വന്നത്. ആരാണ് VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയത്? KCനെ മുഖ്യമന്ത്രിയാക്കാൻ വന്നവർ? അതെങ്ങനെ? KCനെ മുഖ്യമന്ത്രിയാക്കാൻ വന്നവരെങ്ങനെ VDനെ മുഖ്യമന്ത്രിയാക്കും? ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഇത്രയും ദിവസമായിട്ടും ഇത്രയും മണിക്കൂറായിട്ടും ഇല്ല, മനസ്സിലാവില്ല. അതാണ് കോൺഗ്രസും അതിൻ്റെ ഹൈക്കമാൻഡും നിരീക്ഷക സംഘവും. KCനെ മുഖ്യമന്ത്രിയാക്കാൻ വന്നവർ VDനെ മുഖ്യമന്ത്രിയാക്കിയ കഥ ഒരു മഹാഭാരതമാണ്. അതോടൊപ്പം യുദ്ധത്തിൽ പരാജയപ്പെട്ടവരുടെ ദുരന്തം ഒരു യുദ്ധാനന്തര ഗാഥയാണ്. പരാജയപ്പെട്ട് വീണ ഒരാൾ ഡൽഹിയിൽ ചാർട്ടേഡ് ഫ്ലൈറ്റിനൊപ്പം കടന്നുറങ്ങാണത്രേ. രണ്ടാമൻ ഇങ്ങ് തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് വന്ന് ഗുരുവായൂർ വഴി ഒടുക്കം സതീശൻ്റെ മുന്നിൽ ചെന്ന് പെട്ടു. പിന്നെന്താ സംഭവിച്ചത്? അത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ആദ്യം KCനെ മുഖ്യമന്ത്രിയാക്കാൻ വന്നവരുടെ അവസ്ഥ നോക്കണ്ടേ? 3 നിരീക്ഷകർ, പിന്നെ ഒരു കൊല്ലം മുമ്പേ ഇവിടെ വന്നുപെട്ട ദീപാദാസ് മുൻഷി. നിരീക്ഷകരുടെ ചീഫ് മുകുൾ വാസ്നിക്കായിരുന്നു. KC RC എന്നൊക്കെ എഴുതിയ കത്തും പൊക്കി പിടിച്ച് മസ്കറ്റ് ഹോട്ടലിലൂടെ അതിൻ്റെ മുന്നിലൂടെ ക്യാമറകൾക്ക് മുന്നിലേക്ക് നടന്നു നീങ്ങിയ ധീരവീരശൂരൻ മുകുൾ വാസ്നിക്. ഈ കളിയിൽ ഗതി നിർണായകമായ റോൾ വഹിച്ചത് മുകുൾ വാസ്നിക്കാണ്. KCയെ മുഖ്യമന്ത്രിയാക്കാൻ അവിടുന്ന് പറഞ്ഞുവിട്ട MLA-മാരോടൊക്കെ ചോദിച്ച് KCയുടെ പേരും എഴുതി വെച്ച പേപ്പർ നാട്ടുകാർ കാണുക മൊബൈൽ ഫോൺ പൊതിഞ്ഞുകൊണ്ട് നടന്ന ആള്. പത്രക്കാർ ഫോട്ടോ എടുത്ത് പത്രത്തിലിട്ട കാര്യം നിങ്ങൾ ഓർമ്മയിലില്ലേ? എല്ലാവരും KCൻ്റെ പേര് പറഞ്ഞു. VD ആരാധകർ ഇളകി മറിഞ്ഞു. മാധ്യമങ്ങൾ 24 മണിക്കൂറാക്കി ചർച്ച മാറ്റി. KCൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കി കൊടുത്ത് മുകുൾ വാസ്നിക്ക് നന്ദി കാണിച്ചതെന്ന് മനസ്സിലായില്ലേ? എന്താ നിരീക്ഷണം? 2 തവണ കേന്ദ്രമന്ത്രി, മൻമോഹൻ സിംഗ് സർക്കാരിൽ കേന്ദ്ര സാമൂഹിക നീതി വകുപ്പ് മന്ത്രി, നമ്മുടെ മഹാരാഷ്ട്രക്കാരനാണ്. 4 തവണ ലോക്സഭയിൽ. അതൊക്കെ ഓർത്തിട്ടാകണം KC തനിക്ക് നീതി കിട്ടാൻ തന്നെ കേരളത്തിൽ പോയി മുഖ്യമന്ത്രിയാക്കാൻ മുകുൾ വാസ്നിക്കിനെ തന്നെ ചീഫാക്കി ഒരു കമ്മിറ്റിയെ, നിരീക്ഷക സംഘത്തെ കേരളത്തിലൊക്കെ വിട്ടുവിട്ടത്. കാര്യങ്ങൾ നിരീക്ഷിച്ച് KCയെ മുഖ്യമന്ത്രിയാക്കാൻ. മൂപ്പര് നിരീക്ഷിച്ച് കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാക്കി. ഡൽഹിയിൽ KCയെയും കൊണ്ടിങ്ങ് പോരാനൊരുക്കിയ ചാർട്ടേഡ് ഫ്ലൈറ്റിൻ്റെ കാറ്റ് പോയത് മെച്ചം. VD സതീശൻ മുഖ്യമന്ത്രി, KCയോ അധികാരമോഹി മുഖ്യമന്ത്രിയാകാൻ നടക്കുന്നയാൾ ഒക്കെ ആയി നല്ലൊരു പേരുണ്ടാക്കി. മുകുൾ വാസ്നിക്കിൻ്റെ ഒക്കെ ഒരു കഥയെ. അങ്ങനെ മൂപ്പര് KCയുടെ കാര്യത്തിലൊരു തീരുമാനമാക്കി ഡ്യൂട്ടി അവസാനിപ്പിച്ച് ഓഫീസിലേക്ക് പോയി. അപ്പോഴേക്കും ബാക്കി 2 നിരീക്ഷകരിൽ ഒരാൾ, നമ്മുടെ അജയ് മാക്കൻ, അടുത്ത ആൾ അതാ കിടന്ന് നിലവിളിക്കുന്നു. അജയ് മാക്കൻ ഡൽഹിയിൽ നിന്നുള്ള ആളാണ്. 3 തവണ ഡൽഹി നിയമസഭയിൽ അംഗം, ഡൽഹി മന്ത്രി, നിയമസഭാ സ്പീക്കർ. അത് കഴിഞ്ഞ് കേന്ദ്രത്തിലോട്ടെത്തി. അവിടെ കേന്ദ്രമന്ത്രി, ആഭ്യന്തര സഹമന്ത്രി, കേന്ദ്ര നഗര ദാരിദ്ര്യ നിർമ്മാർജ്ജന വകുപ്പ് മന്ത്രി. രാജ്യത്താകെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത് കോൺഗ്രസ് സർക്കാരിൻ്റെയും ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത് സർക്കാരിനോടെ പുറത്തേക്ക് പോയ ആളാണ്. പിന്നെ അവിടെ BJP ആണല്ലോ കയറിയിരുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് KC കേരളത്തിലോട്ട് വിട്ട് അവിടെ പോയി നിരീക്ഷിക്കാൻ പറഞ്ഞു. നിരീക്ഷിച്ച് കഴിഞ്ഞ് നമ്മളെ മുഖ്യമന്ത്രിയാക്കാനുള്ള പരിപാടി ചെയ്തോളാൻ വേണ്ടിയിട്ട് മൂപ്പര് നേരെ വന്ന് എല്ലാം ചെയ്തു. സതീശൻ മുഖ്യമന്ത്രിയായി, KC കൊള്ളാത്തവനുമായി. എമ്മാതിരി നിരീക്ഷകൻ. 3-മനുണ്ട് സൂര്യകാന്ത് ദസ്മാന. മൂപ്പര് അവരെ പോയി മറ്റ് 2 പേരെ പോലെയൊന്നുമല്ല, തികച്ചും വ്യത്യസ്തനാണ്. കാര്യമായി മുഖ്യമന്ത്രി പദവിയൊന്നും വഹിച്ചിട്ടില്ല, അല്ലെങ്കിൽ മന്ത്രി പദവിയോ കേന്ദ്രമന്ത്രി പദവിയോ ഒന്നും വഹിച്ചിട്ടില്ല. സൂര്യകാന്ത് ദസ്മാന ഉത്തരാഖണ്ഡിൽ നിന്നുള്ള നേതാവ്. മൂപ്പർക്ക് ഇവിടെ എത്തിയപ്പോൾ കാര്യങ്ങളൊന്നും തിരിഞ്ഞില്ല. KCയെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ MLA-മാരൊക്കെ BJPയിൽ പോകില്ലേ എന്നായിരുന്നു ഇത്രയും മൂപ്പരുടെ പ്രധാന തുറുപ്പുചീട്ട്. എന്നാൽ അങ്ങനെ അവിടെ അതൊക്കെ ഉത്തരാഖണ്ഡിലും UPയിലും ഒക്കെയാണ്. ഇവിടെ അതിന് മാത്രം ആയിട്ടില്ല, അവരൊന്നും ഇപ്പോൾ പോകില്ല എന്ന് തിരിച്ച് VD ആരാധകർ പറയുന്നത് കേട്ട് മൂപ്പര് സ്തംഭിച്ചു. ഇല്ലെങ്കിൽ വോട്ട് ചെയ്തവർ പോകും എന്നായിരുന്നു VM സുധീരൻ നല്ല പച്ച മലയാളത്തിൽ പറഞ്ഞു കൊടുത്തത്. കേരളത്തിൽ അതിന് മാത്രം BJP ആയിട്ടില്ല, ആയിക്കഴിഞ്ഞാൽ പിന്നെ അന്നേരം നോക്കാം, അന്നേരം ദസ്മാന വന്ന് ഈ കാര്യം പറഞ്ഞാൽ വിലപ്പോകും എന്ന്. മുകുൾ വാസ്നിക്കും അജയ് മാക്കനും VM സുധീരൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ലാത്തതുകൊണ്ട് സുധീരൻ ഇംഗ്ലീഷിലും പറഞ്ഞു കൊടുത്തു എന്നാണ് കേട്ടത്. ഊർഗം പാവം സൂര്യകാന്ത് ദസ്മാന കേന്ദ്രമന്ത്രിയൊന്നും ആകത്തോണ്ടോ എന്തോ KCക്ക് വേണ്ടി ഇനി എന്തു ചെയ്യുമെന്ന് നിരപരാധിയായി ഇങ്ങനെ നിന്നു. അതിന് മാത്രം പവർ എനിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതാ സാക്ഷാൽ ദീപാദാസ് മുൻഷി വന്നത്. നിരീക്ഷിച്ചത് മതി, ബാക്കി ഞാൻ ചെയ്തോളാണെന്ന് ദീപാദാസ് മുൻഷി ഈ നിരീക്ഷക സംഘത്തോട് പറഞ്ഞു. നിങ്ങൾക്കാവില്ലെങ്കിൽ KCനെ ഞാൻ മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞു അത്രേ. അങ്ങനെ ദീപാദാസ് മുൻഷി രണ്ടും കൽപ്പിച്ച് വീണ്ടും ഇടപെട്ടു തുടങ്ങി. ആരാണ് ദീപാദാസ് മുൻഷി? കേരളത്തിൻ്റെ ചുമതലയുള്ള AICCയുടെ ജനറൽ സെക്രട്ടറി. ആൾ കുടുംബത്തോടെ കോൺഗ്രസിലാണ്. അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി പ്രിയ രഞ്ജൻ ദാസ് മുൻഷിയുടെ ഭാര്യയാണ്. ഇപ്പോൾ കേരളവും ലക്ഷദ്വീപുമാണ് പ്രധാന നോട്ടം. പശ്ചിമ ബംഗാളിലെ കോൺഗ്രസിൻ്റെ പടയാളിയായിരുന്നു അത്രേ. അവിടുത്തെ കാര്യം തീരുമാനമാക്കിയ ശേഷം കേരളത്തിൻ്റെ കാര്യം നോക്കാനും KCയെ മുഖ്യമന്ത്രിയാക്കാനും ദീർഘകാല പദ്ധതിയുമായി എത്തിയതാണ്. ഇവിടെ വീടെടുത്ത് താമസമാണ് 1 വർഷത്തോളമായിട്ട്. സതീശനെ അടക്കം ഫുൾ ടൈം നിരീക്ഷിക്കലാണ് ജോലി. ഒടുക്കം KCയെ മുഖ്യമന്ത്രിയാക്കാൻ ഉള്ള ക്ലൈമാക്സ് ഉണ്ടാക്കുക, അതാണ് പ്രധാന പരിപാടിയായിട്ട് അവിടുന്ന് വന്നത്.
അവസാനം ദീപാദാസ് മുൻഷി മീറ്റിങ്ങിലേ പങ്കെടുക്കാൻ പാടില്ല എന്ന് വരെ സതീശന് പറയേണ്ടി വന്നു. രണ്ടാം UPA മൻമോഹൻ സിംഗ് സർക്കാരിൽ കേന്ദ്ര നഗരവികസന വകുപ്പ് മന്ത്രിയും കൂടിയായിരുന്നല്ലോ മൂപ്പരെ. ദീപാദാസ് മുൻഷി പക്ഷേ ഗംഭീര കക്ഷിയാണ്. ചാർട്ടേഡ് ഫ്ലൈറ്റ് പിടിച്ച് കേരളത്തിലെത്തി കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആൾ. KCക്ക് വേണ്ടിയെടുത്ത പണിയൊക്കെ കൊടുക്കം പൊളിഞ്ഞു പാളീസായി. VD സതീശൻ മുഖ്യമന്ത്രിയായി. ഇനി ആ KCയോട് എന്ത് പറയുമെന്നോ. എന്തായാലും VD മുഖ്യമന്ത്രിയായി. എല്ലാം കഴിഞ്ഞപ്പോഴാണ് ആ ദുരന്ത ഭൂമിയിൽ വീണ കിടക്കുന്ന രണ്ടുപേരെ വേറെ ഞാൻ കണ്ടത്. യുദ്ധഭൂമിയിൽ വീണ രണ്ട് ഭടന്മാർ. ഒന്നാമത്തെ ആൾ KC തന്നെ. നിരീക്ഷകരെല്ലാം കൂടി മുഖ്യമന്ത്രിയാക്കാൻ ഇറക്കിയ KC നിരീക്ഷകർ പോയി കഴിഞ്ഞ് മൂപ്പര് വീണുപോയി. ചാർട്ടേഡ് ഫ്ലൈറ്റും KCയും ഡൽഹിയിൽ കിടപ്പാണത്രേ. അനാഥരായി. ഇനി KCയെ AICC പ്രസിഡന്റാക്കും, അമേരിക്കൻ പ്രസിഡന്റാക്കും എന്നെല്ലാം പറഞ്ഞുള്ള വീഡിയോകൾ യൂട്യൂബിൽ കണ്ട് KCയുടെ യുദ്ധത്തിലേറ്റ പരിക്കുകൾ മാറ്റാനുള്ള കഠിന പരിശ്രമം പുതിയ നിരീക്ഷക സംഘം ആരംഭിച്ചു. മൂപ്പര് കേരളത്തിലെത്തിയിട്ട് അടുത്ത പരിപാടി. എന്നാൽ അതൊന്നുമല്ല കേരളത്തിലെ അടുത്തൊരാളുടെ സ്ഥിതി. ഇവിടെ പരിക്കേറ്റ് വീണ ഒരാൾ വീടിൻ്റെ പിൻവാതിലിലൂടെ ആദ്യം ഇറങ്ങിപ്പോയി. നേരെ ഗുരുവായൂരിലെത്തിയിട്ടാണ് ഒന്ന് എണീറ്റത്. രമേശ് ചെന്നിത്തല. മൂപ്പർക്ക് കടുത്ത അതൃപ്തിയാണത്രേ. മന്ത്രിസഭയിലേക്കില്ല, ഇപ്പം പാർട്ടി വിടും, ഇപ്പത് വിടും എന്നെല്ലാം പറഞ്ഞുള്ള ബ്രേക്കിംഗ് ന്യൂസുകൾ ചാനലിനിടയിൽ അതിനുള്ളിൽ ഒഴുകി വന്നു. ഒടുക്കം കാത്തു നിന്ന ചാനലുകാരോട് ഏയ് ഞാനോ പോടാ എന്ന് ചട്ടമ്പി നാടുള്ള സുരാജിൻ്റെ മൂഡിൽ ചെന്നിത്തല തിരിച്ചു പറഞ്ഞു. മന്ത്രിമാരെ തീരുമാനിക്കുന്നത് സതീശനാണ്, മുഖ്യമന്ത്രിക്ക് അതിനുള്ള അധികാരമുണ്ട് എന്നൊക്കെ മൂപ്പര് പിന്നീട് വിശദീകരിച്ചു. ജനങ്ങൾക്ക് മുഖ്യമന്ത്രി കിട്ടിയപ്പോൾ സന്തോഷമായിത്രേ. ചെന്നിത്തല പിന്നെ എന്തെല്ലോ പറഞ്ഞു. അപ്പോൾ നേരത്തെ പറഞ്ഞോക്കെയോ എന്ന് ആളുകൾ തിരിച്ചു ചോദിച്ചു. അതൊന്നുമില്ല, ഞാൻ ആ ടൈപ്പല്ല എന്ന് മൂപ്പര് ഉറപ്പിച്ചു പറഞ്ഞു. ആഭ്യന്തര വകുപ്പ് കിട്ടണം, ജോസഫ് വാഴക്കനെ മന്ത്രിയാക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു പട്ടിക റെഡിയാക്കി തന്നെ വിളിക്കാൻ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ആളെത്തും എന്ന് മൂപ്പര് പ്രതീക്ഷിച്ചു എന്നൊക്കെയാണ് പാപ്പരാസികളുടെ വർത്തമാനം. എന്നിട്ട് എന്തായി? ഒന്നും നടന്നില്ല. ഒടുക്കം ഉള്ളതും പോകും എന്ന് ചാമക്കാലയോ വാഴക്കനോ മറ്റോ പറഞ്ഞു കൊടുത്തു എന്നാണ് കേട്ടത്. അങ്ങനെ സതീശൻ വീട്ടിലേക്ക് വരുന്നു എന്ന് കേട്ട് ഗുരുവായൂർക്കും ബന്ധുവിൻ്റെ വീട്ടിലും ഒക്കെ പോയി മുങ്ങി നടക്കുകയായിരുന്നു ചെന്നിത്തല. വീട്ടിൽ ഒടുവിൽ സതീശനു വേണ്ടി പ്രത്യക്ഷനായി ഇരിക്കേണ്ടി വന്നു. സതീശൻ വന്നു. മുറി അടച്ചിട്ട് രണ്ട് വർത്താനം സതീശൻ പറഞ്ഞു. എല്ലാം കോംപ്രമൈസ് ആക്കി പുറത്തിറങ്ങി. എന്താ സംഗതി എന്ന് ആർക്കും തിരിഞ്ഞിട്ടില്ല. ചെന്നിത്തല എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു എന്ന് മാത്രം ആളുകൾക്ക് മനസ്സിലായി. മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ മൂപ്പർക്കും മറ്റേ AICC പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റ്, അമേരിക്കൻ പ്രസിഡന്റ് എന്നൊക്കെയുള്ള പാക്കേജ് ഉണ്ടല്ലോ, അതിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അത്രേ. പണ്ടൊരിക്കൽ അശോക് ഗെഹ്ലോട്ടിനോട് ചോദിച്ചതാണ്, AICC പ്രസിഡന്റ് ആവുന്നോ എന്ന് ചോദിച്ചാണ് രാജസ്ഥാൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നോയ്യാൻ. അപ്പോൾ അശോക് ഗെഹ്ലോട്ട് പറഞ്ഞു അതൊന്നും വേണ്ട, എനിക്കതൊന്നും വേണ്ട, ഞാൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി ആയിരുന്നുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലോ ഖാർഗെ വന്നത്. ഇതിപ്പോൾ ഗെഹ്ലോട്ടിനേക്കാളും വലിയ ദുരന്തമാണ്. ഒടുക്കം മന്ത്രി പദവിയിലേക്ക് ആഭ്യന്തരമെങ്കിലും എന്ന മട്ടിലേക്ക് എത്തി. അങ്ങനെ ചെന്നിത്തല ഒന്ന് അടങ്ങി. അത് കഴിഞ്ഞ് അങ്ങ് ഡൽഹിയിൽ ചാർട്ടേഡ് ഫ്ലൈറ്റിനെ ഉറങ്ങാൻ വിട്ടിട്ട് KC കേരളത്തിലോട്ട് പൊതുവായൊരു വിമാനം കയറി എത്തിയിത്രേ. ഇവിടെ തന്നെ പിന്തുണക്കുന്ന ഭൂരിപക്ഷ MLA-മാർക്ക് കാര്യമായിട്ട് എന്തെങ്കിലും വാങ്ങിച്ച് കൊടുക്കുകയെങ്കിലും വേണമല്ലോ. പാപ്പരാസികൾ പറയുന്നത് പ്രകാരം ആഭ്യന്തര അടക്കം കൈക്കലാക്കാനുള്ള പരിപാടിയിലാണ് KC ഗ്രൂപ്പ് എന്നാണ് കഥ. ഇനി AICC പ്രസിഡന്റ് ആക്കുമോ KCയെ? KCയും RCയും എല്ലാം യുദ്ധഭൂമിയിൽ അങ്ങനെ വീണ് കിടക്കുന്ന ഭടന്മാരാണ്. നിരീക്ഷകർ ഡൽഹിയിൽ പരിക്ക് മാറ്റാൻ പരിശ്രമത്തിൽ, ചികിത്സയിൽ ആണ്. ഇവിടെ VD നിയുക്ത മുഖ്യമന്ത്രിയായി ആക്ട് ചെയ്യാനും തുടങ്ങി. യുദ്ധം കഴിഞ്ഞു, കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടി കുഴച്ചു രണാങ്കണം എന്നൊക്കെ പണ്ട് നമ്മുടെ വയലാർ പാടിയിട്ടുണ്ടല്ലോ. ആ രണാങ്കണത്തിൽ പരിക്കേറ്റവർ വിജയിച്ച സതീശനൊപ്പം എങ്ങനെയെങ്കിലും ഓടാനുള്ള ശ്രമത്തിലാണ്. ആരൊക്കെ ഓടിയെത്തും എന്ന് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.